ഏത് ബോംബും നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. രാജ് സദാശിവൻ ബോംബ് സ്ക്വാഡിലാണല്ലേ? ബോംബ് ഭീഷണി ഉണ്ടായിരുന്നോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അലർട്ടാണല്ലോ. ആ ഒരു ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. എന്നാലും നമ്മളെപ്പോഴും സെക്യൂർ ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം അങ്ങനെ ചെക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 19 തരം അതെ വിളവുകൾ ഈ ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ. എങ്ങനെയാണ് തുടങ്ങി? കുട്ടിക്കാലം മുതൽ കൃഷിയോട് ചെറിയ താല്പര്യമുണ്ട്. അത് വെച്ചാൽ നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കാണുന്നത് വയലും പയറും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു മനസ്സിലുണ്ടായിരുന്നുണ്ടാവാം എന്തോ 2006 കാലഘട്ടങ്ങളിലാണ് ഞാൻ കൃഷി ടെറസിൽ ചെറുതായിട്ട് തുടങ്ങിയത്. 19 കൊല്ലം മുമ്പാണ് തുടങ്ങുന്നത്. അത് പിന്നെ അങ്ങ് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. കാര്യം വിപണിയിൽ നമുക്കിപ്പം ഒരു കറിവേപ്പില വാങ്ങിയാൽ പോലും ഏറ്റവും വിഷം അടിച്ചു വരുന്നത് കറിവേപ്പിലയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടെറസിൽ സ്വന്തമായിട്ടുണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഏറ്റവും വ്യത്യാസം എന്താ തോന്നി ആദ്യം? ടേസ്റ്റ് തന്നെ അല്ലേ? അതെ, തീർച്ചയായിട്ടും 100%. നമ്മളിപ്പോൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് തന്നെ ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് നമുക്ക് ഈ ടെറസിലുണ്ടാകുന്ന ടേസ്റ്റ് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറമേ നിന്ന് വാങ്ങിക്കില്ല. ഈ മട്ടുപ്പാവ് കൃഷി എന്ന് പറയുമ്പോൾ ഇതുപോലെ പേണം പെട്ടെന്ന് മഴയും വെയിലും മാറി വരുന്നതാണ് ഒരു ടെൻഷൻ. അതെ അതെ, മഴ ഒരു വിഷയമാണ്. മഴ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പൊതുവേ മറ്റേ എല്ലാ കൃഷികളും പോലെ തന്നെ മഴ ടെറസിലും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഗ്രോ ബാഗിലാണ് മുഴുവൻ? ഗ്രോ ബാഗിലും ചെറിയ ഡ്രമ്മുകളിലുമാണ് പൂർണ്ണമായും കൃഷി ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് നെല്ല് വരെ ഗ്രോ ബാഗിൽ ചെയ്തു. അതൊരു ആഗ്രഹമായിരുന്നു നെൽകൃഷി ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു 50 ഗ്രോ ബാഗിൽ നെൽകൃഷി ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റ്? കഷ്ടി 800 സ്ക്വയർ ഫീറ്റ്. വീടൊരു 1800 1900 സ്ക്വയർ ഫീറ്റാണ്. എൻ്റെ പകുതിയോളം 800 സ്ക്വയർ ഫീറ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവും. അതാണ് ഏകദേശം. ഞാൻ അളന്നിട്ടില്ല, അളക്കാൻ നേരമില്ല. പക്ഷെ എത്ര ഗ്രോ ബാഗ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. 250 മുകളിൽ ഗ്രോ ബാഗ് ഉണ്ട് ഇവിടെ. ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്നും ചെയ്തിട്ടില്ല. മാനുവലായിട്ട് ഞാൻ ഇറക്കിയാനൊക്കെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് വഴി കൊടുത്തുകൊണ്ട് വേണം വെക്കാനായിട്ട്. പിന്നെ ടെറസിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ചുവരുകളെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും വെയിറ്റ് ഇതിനകത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ടെറസിനെ ബാധിച്ചിട്ടില്ല ഇതുവരെ എനിക്ക്. പക്ഷെ എന്നാലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏതാണ് ടെറസിൽ ഏത് വിളക്കാണ് കൂടുതൽ? അത്യാവശ്യം വെയിൽ വേണ്ടുന്ന എല്ലാ കൃഷികളും. നമുക്കിപ്പോൾ ചീരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചീര കിട്ടും. എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. മഴയുടെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മഴയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിരുന്നതാണ്, ഞാൻ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. നല്ലോണം കാറ്റും വെളിച്ചവും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചെടികളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാന്താരി തൊട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വരെയുള്ള മുഴുവൻ സാധനങ്ങളും ഉണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നോക്കിയൊന്നുമില്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ചാൽ ഇപ്പം ഞാൻ കൂർക്ക വെച്ചിട്ടുണ്ട്. കൂർക്ക ഒരു 20 ബാഗിൽ കൂർക്ക വെച്ചിട്ടുണ്ട്. അത് വരുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഉരുളക്കിഴങ്ങ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ കൂവ ഇപ്പോൾ ഒരു 10 കിലോ ബാഗിൽ കൂവ വെച്ചിട്ടുണ്ട്. അത് ഒരു വർഷമാണ്, ഏകദേശം ഒരു വർഷമാണ് അതിന് ടൈം പറയുന്നത്, ഇല വാടുന്ന സമയം നോക്കിയിട്ട്. അതെ, ചേന വെച്ചിട്ടുണ്ട്. പിന്നെ കാച്ചിലുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നുമില്ലാത്തയില്ല. അതെ അതെ.